നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. നെല്ലായിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. കല്ലൂർ ഭരതയിൽ വൻ കഞ്ചാവ് വേട്ട. 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. പഴുവിൽ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. അതിരപ്പള്ളിയിൽ ആനകളെ തൊട്ടരികിൽ കാണാനായതിന്റെ സന്തോഷത്തിൽ 2 വിദേശി കുടുംബങ്ങൾ. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. മഞ്ജുലാൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പുറകെ എത്തി കൈകൊണ്ട് ബസ്സിലടിച്ചപ്പോൾ ബസിന്റെ ഇടത് ഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ബസിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെല്ലായിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. അങ്കമാലി മാങ്ങാട്ടുകര പനങ്ങാട്ട് പറമ്പിൽ വീട്ടിൽ 31 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ദേശീയപാത നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് നിസാര പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ നിതിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ ഭരതയിൽ വൻ കഞ്ചാവ് വേട്ട. ഇറിഗേഷൻ കനാലിനോട് ചേർന്നുള്ള പുറമ്പോക്കിൽ ചാക്കുകളിൽ സൂക്ഷിച്ച 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ രാജുവിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 4 പൊതികളിലായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VP ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് PM ബാബു, CK ചന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർ KK സുധീർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പഴുവിൽ വെസ്റ്റിൽ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 60ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. പഴുവിൽ SN റോഡിൽ വടക്കംതറ കൂട്ടായ്മ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പങ്കെടുത്ത് മാംസാഹാരവും പൊറോട്ടയും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ഛർദിയും വയറിളക്കവും തളർച്ചയും അനുഭവപ്പെട്ടത്. കുട്ടികളടക്കമുള്ള 45ഓളം പേർ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപത്തെ പ്രമുഖ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷണം എത്തിച്ചതെന്ന് പറയുന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഭക്ഷണത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വാർഡംഗം ഉല്ലാസ് കണ്ണോളി എന്നിവർ സ്ഥലത്തെത്തി. ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ സാരമുള്ളതല്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഇത്രയധികം പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തൃപ്രയാറിലെ കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ മടിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. വെള്ളമില്ലാത്ത അതിരപ്പള്ളിയുടെ ദൃശ്യം മ്ലാനത ഉണ്ടാക്കിയെങ്കിലും ആനകളെ തൊട്ടരികിൽ കാണാനായതിന്റെ സന്തോഷത്തിൽ 2 വിദേശി കുടുംബങ്ങൾ. കുടുംബവുമായി എത്തിയ സ്വീഡൻകാരൻ ഹൂസ് ഓലിയവും ഇംഗ്ലണ്ടിലെ റൊണാൾഡിനും നിരാശയിലായിരുന്നു. സിനിമകളിലും സമൂഹ മാധ്യമങ്ങളിലും കണ്ടും കേട്ടുമറിഞ്ഞ ഇവരുടെ മനസ്സിലെ അതിരപ്പള്ളിയുടെ രൂപം മറ്റൊന്നായിരുന്നു. ഇതാണ് നേരിൽ കണ്ടപ്പോൾ ഇവരെ നിരാശയിലാക്കിയത്. മടക്കയാത്രയിൽ വെറ്റിലപ്പാറ പാലത്തിന്റെ മറുകരയിലെത്തിയപ്പോഴാണ് ആനകളെ കണ്ടത്. പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ പട്ട തിന്നുന്ന കാട്ടാനകളെ ഇവർ 1 മണിക്കൂറോളം നോക്കി നിന്നു.
പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ഇത്തരം മനോഹര കാഴ്ച ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ഇരുവരും പറഞ്ഞു. ഇവർ ബംഗളൂരുവിൽ നിന്നാണ് കാറിൽ അതിരപ്പിള്ളിയിലെത്തിയത്. മൂന്നാർ അടക്കം നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ട ശേഷമായിരിക്കും മടക്കയാത്ര. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണവില 35 രൂപ കുറഞ്ഞു. ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിൽ വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. നെല്ലായിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവ് മരിച്ചു. കല്ലൂർ ഭരതയിൽ വൻ കഞ്ചാവ് വേട്ട. 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. പടുവിൽ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. അതിരപ്പിള്ളിയിൽ ആനകളെ തൊട്ടരികിൽ കാണാനായതിന്റെ സന്തോഷത്തിൽ 2 വിദേശി കുടുംബങ്ങൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 9:30, 10:30, 11:30, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.